ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് കറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളിയാങ്കല്ലിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് പാർക്കിൽ പോയി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ മനമക്കാവ് വഴിയാണ് കേട്ടോ പോണത്. അപ്പോൾ അതാ ഞങ്ങൾ മനമക്കാവ് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. കാണുന്നതാണ് കേട്ടോ മനമക്കാവ് അമ്പലം. ഇവിടെ പൂരം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂരത്തിനൊക്കെ വരാറുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മനമക്കാവ് സ്കൂളാണ് കേട്ടോ കാണുന്നത്. ഞങ്ങൾ അവിടുന്ന് അങ്ങനെ വന്നു. പിന്നെ നല്ല പാടം കണ്ട്. ഈ പാടത്തിക്ക ഒരുപാട് കളിച്ചിട്ടുണ്ട് ഇത്രയും കുട്ടിക്കാലത്ത്. അതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളിതാ ഏകദേശം എത്താറായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പോണത് വെള്ളിയാങ്കല്ല് പാർക്കിലേക്കാണ് കേട്ടോ. കാണുന്നതാണ് വെള്ളിയാങ്കല്ല് പാലം. മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു തവണ വരുമ്പോൾ ഇവിടെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പുഴയിലൊക്കെ ഞങ്ങൾ നടന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്താനായി തുടങ്ങി. ഫാമിലിയോടൊത്ത് വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. കുട്ടികൾക്ക് കളിക്കാനായാലും നല്ലൊരു പാർക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതാ പാസ് മേടിക്കാനായിട്ട് പോയി. വെക്കും മോനും കൂടി പാസ് മേടിക്കുകയാണ്. പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഇതാ അകത്ത് കയറി. ആദ്യം തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ആ ഏരിയയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഈ ശനി ഞായർ ദിവസങ്ങളിലാണ് കേട്ടോ അവിടെ ഒരുപാട് ഫാമിലി വരിക. ഇപ്പോഴും ആളുകളുണ്ട്, എന്നാലും കുറച്ചൊക്കെ ആളുകളേ ഉള്ളൂ. അങ്ങനെ കുട്ടികൾ ഇതാ കളിക്കുകയാണ് കേട്ടോ. അവന് ആദ്യമൊക്കെ പേടിയായിരുന്നു കേട്ടോ ഇതിലൊക്കെ കളിക്കാൻ. ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് പേടിയൊക്കെ മാറി. അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് നോക്കി നിന്നപ്പോൾ അവിടെയും കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ അങ്ങോട്ട് പോകണം പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പം നേരം കുറച്ച് വൈകിയത് കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. പുഴയിൽ നല്ല ഭംഗിയുള്ളൊരു വെള്ള പുൽച്ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഊഞ്ഞാലാടി. ചില ദിവസങ്ങളിൽ പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷാട്ടാ. കുട്ടികൾക്കൊന്നും എപ്പോഴും ഇങ്ങനെ പോകാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയിട്ടാ. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറി. മോന് ഐസ്ക്രീം ഇതൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഈ ഓടുന്നത്. അവൻ ആദ്യം വന്നിട്ട് ഈ ഭാഗത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ ഓടുകയാണ്. അപ്പം ഇക്ക അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ചോളാപ്പൊരിയാണ് കേട്ടോ. അത് നല്ല ചൂടോടെ കിട്ടുന്നതുകൊണ്ട് ഇക്ക അത് വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ അവിടെ ഇങ്ങനെ മരങ്ങളിലൊക്കെ നല്ല ഭംഗിയുള്ള ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിക്കാനായിട്ട് അങ്ങോട്ട് താഴത്ത് ഇരിക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയി. പിന്നെ മോൾ അവിടെ ആ പൊട്ടാറ്റോൻ്റെ ഇത് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനും മോളും കൂടെ അതും വാങ്ങിച്ച്. സ്പൈറൽ പൊട്ടാറ്റോ ഞങ്ങൾ കർമാറോട്ട് പോയിട്ട് പൊന്നാനിന്ന് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അതും വാങ്ങിച്ച്. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടാണ്. അങ്ങനെ ഇക്കയും മോനും കൂടെ ബൈക്ക് എടുക്കാൻ പോയി. ഞാനും മോളവിടെ പുറത്ത് നിന്ന് അങ്ങനെ വണ്ടി എടുത്ത് പോന്ന്.
അപ്പം മോൻ പറഞ്ഞു കടല വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ കടലയും വാങ്ങിച്ച് അങ്ങോട്ട് കയറുമ്പോൾ കണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചില്ല. അങ്ങനെ കടലൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.